കാസർഗോഡ് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ 3 കൊലക്കേസുകളിൽ പ്രതിയായ നൌഫലിന്റേതാണ് മൃതദേഹം. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, എവിടെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത്? കാസർഗോഡ് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപത്താണ് യുവാവിന്റെ മൃതദേഹം കണ്ടത്. തുടക്കത്തിൽ ട്രെയിൻ തട്ടി മരിച്ചതാണോ എന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് കർണാടകയിലെ കൊലക്കേസുകളിൽ പ്രതിയായ മംഗളൂരുവിലെ നൌഫലിന്റേതാണ് മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞത്. കൊലക്കേസ് പ്രതിയായതിനാൽ തന്നെ ഇതൊരു കൊലപാതകമാവാം എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഷർട്ട് ഊരി മറ്റൊരു സ്ഥലത്ത് വെച്ച നിലയിലായിരുന്നു മൃതദേഹമുണ്ടായത്. ഇതാണ് കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് എത്തിയത്. ഈ മൃതദേഹത്തിന്റെ പാൻസും കീഴ്ചയിൽ നിന്ന് വാഹനത്തിന്റെ താക്കോൽ കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം തുടങ്ങി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. കർണാടക സ്വദേശിയാണ്, കർണാടക മംഗളൂരു സ്വദേശിയാണ്. കർണാടകയിൽ ഈ 3 കൊലക്കേസിന് പുറമെ മറ്റ് നിരവധി കേസുകളിൽ കൂടി പ്രതിയാണ് എന്നാണ് പോലീസിന് ലഭ്യമായ സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരു കൊലപാതകമാവാനുള്ള സാധ്യത പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. ആ രൂപത്തിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ വന്ന വാഹനങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചതിന് ശേഷം ആ ഭാഗത്ത് മറ്റേതെങ്കിലും വാഹനങ്ങൾ വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തി. ഇപ്പോൾ മൃതദേഹമുള്ളത് കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലാണ്.